സ്തുത്യർഹമായ സേവനത്തിന് ശേഷം കോട്ടയം ആർടി ഓഫീസിൽ നിന്നും പത്തനംതിട്ട ആർടി ഓഫീസിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചു പോകുന്ന വെഹിക്കിൾ ഇൻസ്പെക്ടർ റോഷൻ സമുവലിന്റെ ഏറ്റുമാനൂർ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ സമിതി പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അംഗീകരിക്കുക എന്നുള്ളത് വലിയ ഒരു ബഹുമതിയും അതുതന്നെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഇവിടെ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന റോഷൻ സാറിനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വാഹനത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും നിയമങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് വളരെയധികം അപകടങ്ങളും ഉണ്ടായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമുണ്ടാകും. നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യർക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ പോകുവാനായിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കൽ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഒരു വണ്ടിയുടെ കാര്യങ്ങൾ, ഒരു അപകടങ്ങൾ വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ബൈക്ക് ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചില കുട്ടികൾ അത് വലിയ പ്ലെയിൻ ഓടിക്കുന്നത് പോലെ ഓടിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വണ്ടി വരുമ്പോൾ അപ്പുറത്തേക്ക് ഓടുക. അപ്പം നിയമങ്ങൾ പാലിക്കാതെ വരുമ്പോഴാണ് അപകടങ്ങൾ വരുന്നത്. നഗരസഭാ കൗൺസിലർ രശ്മി ശ്യാം മുഖ്യപ്രസംഗം നടത്തി. അർച്ചന വിമൻസ് സെന്റർ ഡയറക്ടർ ത്രേസ്യാമ്മ മാത്യു റോഡ് സുരക്ഷയിൽ വനിതകളുടെ പങ്ക് എന്ന വിഷയത്തെ അധികരിച്ച് ക്ലാസ് എടുത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ബെന്നി ഫിലിപ്പ്, സേവാസമിതി സെക്രട്ടറി ജി ജഗദീഷ് സ്വാമി ആശാൻ, ട്രഷറർ സിറിൽ ജി നരിക്കുഴി, ജോയിന്റ് സെക്രട്ടറി സതീഷ് കാവ്യധാര എന്നിവർ പ്രസംഗിച്ചു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.